ബജറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം നടത്തുകയുണ്ടായി. ആ പ്രതികരണത്തിൽ ഊന്നിയ ഒരു പോയിന്റ് ഈ ബജറ്റ് സ്വകാര്യവൽക്കരണം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരാളാണ്. ഒരു കേരള ചരിത്രത്തിലൊരു അപൂർവതയാണ്. ധനകാര്യം, നിയമം, പൊതുഭരണം, ഇതാണ് 3 സ്വതന്ത്ര വകുപ്പുകൾ നമ്മുടെ ഭരണ സംവിധാനത്തിൽ. നിയമം ഒരു ഓട്ടോണമി ഉള്ളതാണ്, ധനകാര്യം ഓട്ടോണമി ഉള്ളതാണ്, പൊതുഭരണമാണ് ബാക്കി എല്ലാ ഫയലും നോക്കുന്നത്. ഈ 3ഉം ഒരേ ഒരാളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ ധനകാര്യ മന്ത്രിയുടെ ആ വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറയുകയുണ്ട്, ഞങ്ങളുടെ നരേറ്റീവ് വിജയിച്ചു എന്ന് നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതികരണം എടുത്തിട്ട് പിന്നെ നടത്തിയ നരേറ്റീവാണ് ഇപ്പോൾ ഐസക് ചൂണ്ടിക്കാട്ടിയത്. നിങ്ങളുടെ ലെഫ്റ്റ് ജാർഗണുകൾ കേരളത്തെ 25 വർഷം പുറകോട്ട് നയിച്ചു. ഞങ്ങൾ ഈ പുറകോട്ട് നയിക്കാനല്ല, 25 വർഷം മുമ്പോട്ട് കൊണ്ടുപോകാനാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു എഞ്ചിനീയറിന് ജോലി കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥാപനമുണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ അവതരണ രീതി, ശരീരഭാഷ, ഇതെല്ലാം അവതരിപ്പിക്കുന്നത് നമ്മൾ പൊതുമേഖല മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളൊന്നും പാടില്ല, മൂലധനമേ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കാലയളവ് മുഴുവൻ ഇങ്ങനെയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ പ്രവർത്തനമാണ് കേരളത്തെ ഇങ്ങനെയാക്കിയത്. ഇതാണ് അന്ന് പറഞ്ഞു വച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നോക്കിക്കൊള്ളണം. തെരഞ്ഞെടുപ്പിന് മുൻപ് നിയമസഭയിൽ വളരെ ആക്രമണോത്സുകമായി പറഞ്ഞതും പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നതും, നിങ്ങളല്ല ഇടതുപക്ഷം, ഞങ്ങളാണ് ഇടതുപക്ഷം. നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിൽക്കുന്ന, സ്വകാര്യ മൂലധനത്തിന് വേണ്ടി നിൽക്കുന്ന, പാവങ്ങളെ മറന്ന, തൊഴിലാളികളെ മറന്ന വലതുപക്ഷമാണ്. നിങ്ങളിപ്പോൾ തീവ്ര വലതുപക്ഷമായിരിക്കുന്നു, ഞങ്ങളാണ് ഇടതുപക്ഷം. ഇതാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞത്. അതേ ആളിപ്പോൾ പറയാണ് ലെഫ്റ്റ് ജാർഗണുകൾ കേരളത്തെ 25 വർഷം. ഇപ്പൊ നേരെ മറ്റൊരു പൊസിഷൻ. അപ്പൊ ആദ്യത്തെ പൊസിഷൻ ആവശ്യമായിരുന്നു. നിങ്ങൾ ഇടതുപക്ഷമല്ല എന്ന് സ്ഥാപിക്കേണ്ടത്. ഉടൻ തന്നെ സാംസ്കാരിക നായകർ രംഗത്തിറങ്ങി. ഇടതുപക്ഷ സ്വഭാവം പോയോ? നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾ ആശയക്കുഴപ്പം വന്നു. ആ വോട്ട് ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ നരേറ്റീവാണ് അന്ന് സൃഷ്ടിച്ചത്. ഇപ്പൊ നേരെ തകിടം പറഞ്ഞു. അവർക്കുള്ള സൗകര്യം എങ്ങനെ തകിടം പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. എത്ര ആധികാരികമായും ഈ മാറ്റി പറയാൻ, അവസരത്തിനൊത്തു പറയാൻ അസാധാരണമായ കഴിവ് ഇവർക്കുണ്ട് താനും. അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ PMC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്നാൽ സ്വകാര്യ മേഖല വൽക്കരണത്തിന്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ 57 ഗവൺമെന്റ് ബിർളയെ കൊണ്ടുവന്നില്ലേ? നമ്മൾ സ്വകാര്യ മൂലധനത്തിനെതിരായിരുന്നോ? ഇപ്പൊ ചിലർ എന്നോട് ചോദിക്കും, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മളെപ്പോഴും പറയണോ? ഞാൻ പറയുന്ന പ്രകടന പത്രികയിൽ എഴുതി വെച്ച കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ദാവോസിൽ പോകാൻ തീരുമാനിച്ചു. നമ്മൾ വിദേശ മൂലധനം കൊണ്ടുവരണം, വിദേശ മൂലധനത്തെ ആകർഷിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് കഴിഞ്ഞ ഗവൺമെന്റും അതിന് മുൻപത്തെ ഗവൺമെന്റും ഇതിനു മുൻപുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ പറഞ്ഞത്. 57 അന്നത്തെ മുഖ്യമന്ത്രി EMS പറഞ്ഞു, ഏത് മൂലധനത്തെയും, അമേരിക്കൻ മൂലധനത്തെ വരെ ഞങ്ങൾ സ്വീകരിക്കും, വ്യവസ്ഥകൾ അടിസ്ഥാനപ്പെടുത്തി. എല്ലാ മൂലധന ശക്തികൾക്കും വ്യവസായം നടത്താൻ ആവശ്യമായ എല്ലാ സഹായവും ചെയ്യും. PPP ഒന്നും ചർച്ച ചെയ്യാത്ത കാലഘട്ടത്തിൽ ആദ്യത്തെ ബജറ്റിനകത്ത് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ C. അച്യുതമേനോൻ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചു. സ്വകാര്യ മൂലധന ശക്തികൾ ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസം നൽകാൻ ഗവൺമെന്റ് ഓഹരിയെടുക്കും. അന്ന് PPP വന്നിട്ടില്ല. പ്രൈവറ്റ് സ്ഥാപനത്തിൽ സ്വകാര്യ വ്യവസായത്തിൽ ഗവൺമെന്റ് കൂടി ഓഹരി എടുത്തിട്ട് ആത്മവിശ്വാസം പകരും. EMS ഒന്നുകൂടി പറഞ്ഞു, ആർക്ക് മൂലധനത്തിനോട് വ്യവസായം നടത്താം, അവർ ലാഭമുണ്ടാക്കും, കൊള്ള ലാഭമരുത്, ചൂഷണമുണ്ട്, അമിത ചൂഷണം പാടില്ല. 2 വാക്ക് EMS സൂക്ഷിച്ച പ്രയോഗിച്ചേ. ഒന്ന് കൊള്ള ലാഭം, മറ്റൊന്ന് അമിതമായ ചൂഷണം. കാരണം മുതലാളിത്തത്തിൽ ലാഭം ഒഴിവാക്കാൻ കഴിയില്ല, മുതലാളിത്തത്തിൽ ചൂഷണം ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷെ കൊള്ള ലാഭത്തിന് അവസരം ഉണ്ടാക്കരുത്, അമിത ചൂഷണത്തിനും ഇത് അവസരം ഉണ്ടാക്കരുത്. ഇതാണ് 57 മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്. എത്ര സ്വകാര്യ സ്ഥാപനങ്ങൾ, ഈ വ്യവസായങ്ങൾ, വൻകിട വ്യവസായങ്ങൾ, IT വ്യവസായങ്ങൾ ഈ കേരളത്തിൽ 10 വർഷത്തിനുള്ളിൽ വന്നു.
എത്ര എഞ്ചിനീയർമാർ, അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധർ, IT കുട്ടികൾ ഇവിടെ എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരെ നരേറ്റീവാണ് ഈ ചെറുപ്പക്കാർക്കിടയിൽ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി. എന്നാൽ പൊതുമേഖലയെ സംബന്ധിച്ചോ, ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് ചുമതല ഒഴിയുമ്പോൾ 29 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായിരുന്നു. 29 കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നമ്പറാണത്. ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടപ്പോൾ നമ്മുടെ പബ്ലിക് സെക്ടർ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട്. ആ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അവരോട് കണക്ക് നോക്കിയപ്പോൾ 1500 പേർ, അതിൽ 500ഓളം പേർ നമ്മുടെ KSIDC വ്യവസായ വികസനത്തിന് വേണ്ടി എടുത്ത ടെൻഡർ അപ്പോയിന്റ്മെന്റുകളുണ്ട്. 300 കാറ്റഗറികളിലായി കഴിഞ്ഞ ഈ ബോർഡ് വന്നതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ 1500 പേരെ റിക്രൂട്ട് ചെയ്ത് നിയമിച്ചു പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ. എന്നാൽ അവർക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ അറ്റൻഡർ മുതൽ അല്ലെങ്കിൽ കോൺട്രാക്ട്, 1 വർഷത്തിന് മുകളിലുള്ള കോൺട്രാക്ട് മുതൽ MD വരെ ഈ ബോർഡാണ് നിയമിക്കുന്നത്. അവർ താഴെയുള്ള എല്ലാ കാറ്റഗറി ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. സിസ്റ്റം ജനറേറ്റഡ് ക്വസ്റ്റ്യനും ആ പരീക്ഷ എഴുതി കഴിയുമ്പോൾ തന്നെ റാങ്കും സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യും. അപ്പൊ അത് അവർക്ക് ഇത്ര താല്പര്യം ഉണ്ടാവില്ല ഈ നിയമന കാര്യങ്ങളിൽ. പക്ഷെ ഇവിടെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആകെ തകർക്കുന്ന രൂപത്തിലുള്ള സമീപനം മുന്നോട്ട് വയ്ക്കുന്നതിനെയാണ് പ്രതിപക്ഷ നേതാവും മുൻ ധനകാര്യ മന്ത്രിയും മുൻ റവന്യൂ മന്ത്രിയും ഉൾപ്പെടുന്ന ആളുകൾ നിയമസഭയിൽ എതിർപ്പ് രേഖപ്പെടുത്തിയത്. രണ്ടാമത്തെ ഭാഗം ഐസക് ചൂണ്ടിക്കാട്ടിയ ധാതുക്കൾ സംബന്ധിച്ചുള്ളതാണ്. അപ്പൊ ചിലർ ചോദിക്കും, ഈ ധാതുക്കൾ നിങ്ങൾ ഉപയോഗിക്കണ്ടേ? മോണോസൈറ്റ് മണ്ണിനടിയിലല്ലാതെ ആ മോണോസൈറ്റ് KMML നേരത്തെ മോണോസൈറ്റ് തൊടാൻ അധികാരം ഉണ്ടായില്ല. IRക്ക് മാത്രമാണ് കേന്ദ്ര നിയമം അനുസരിച്ച് മോണോസൈറ്റ് ക്രിട്ടിക്കൽ ഈ മേജർ മിനറൽസിന് മോണോസൈറ്റ് തൊടാൻ IRക്ക് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് മാറി. അത് മാറിയപ്പോൾ തന്നെ KMML ഈ മണ്ണിനടിയിൽ കിടക്കുന്ന മോണോസൈറ്റ് വാല്യൂ അഡീഷന് വേണ്ടി ടെൻഡർ വിളിച്ച് ഗ്ലോബൽ ടെൻഡർ വിളിച്ചു. ആ ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ KMML മുൻകൈയിൽ അവിടെ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് തുടക്കട്ടു. പക്ഷെ KMML മുൻകൈയിലാണ്. ഈ ക്രിട്ടിക്കൽ മിനറൽ, അതാണ് ഇപ്പോ ഈ വിവാദമായി വരുന്ന സ്ഥാപനം. ഈ ക്രിട്ടിക്കൽ മിനറലാണ് നാളത്തെ ലോകത്തിന്റെ ഏറ്റവും തന്ത്രപ്രാധാന്യമേറിയ വിഭവം എന്നുള്ളത്. നമ്മുടെ മൊബൈൽ ഫോൺ, ഇലക്ട്രിക്കൽ വെഹിക്കിൾ, റിന്യൂവബിൾ എനർജി, എല്ലാ മേഖലയിലും ഈ ക്രിട്ടിക്കൽ മിനറൽ വേണം. ഇപ്പോൾ ഇന്ത്യ ക്രിട്ടിക്കൽ മിനറൽ ഏകദേശം 100% ഇറക്കുമതി ചെയ്യുകയാണ്. അതുകൊണ്ടാണ് രാജ്യത്തെ ഗവൺമെന്റ് ഒരു ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ഉണ്ടാക്കി, നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. അവര് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ ധാതുക്കളെ ശരിയായി ഉപയോഗിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിഞ്ഞ കേരളമാണ്. കഴിഞ്ഞ ബജറ്റിൽ നമ്മളാണ് ആദ്യം ഈ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ അവതരിപ്പിക്കുന്നത്. ആ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ വളരെ സ്പെസിഫിക് ആണ്. KMML, കെൽട്രോൺ, NFTDC, നോൺ ഫെറസ് മിനറൽ ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ, ഹൈദരാബാദ് കേന്ദ്രമാക്കിയിട്ടുള്ള സെൻട്രൽ PSU ആണ്. സെന്റർ ഓഫ് എക്സലൻസ് ആയി ക്രിട്ടിക്കൽ മിഷനകത്ത് അവർ നിശ്ചയിച്ചിട്ടുള്ള ഈ 3 സ്ഥാപനങ്ങളുടെ മുൻകൈയിലുള്ള മിഷനാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. 100 കോടി വകയിരുത്തി. ഈ ബജറ്റ് നോക്കുമ്പോൾ ഈ ബജറ്റിനകത്തും 100 കോടി വകയിരുത്തി ക്രിട്ടിക്കൽ മിനറൽ മിഷൻ തന്നെ പേരൊന്നുകൂടി മിനുക്കി. ആ മിനുക്കിയിട്ട് ഉള്ള ആ ഭാഗത്ത് ഈ 3 സ്ഥാപനങ്ങളുടെ പേരേ ഇല്ല. KMML ഇല്ല, കെൽട്രോൺ ഇല്ല, NFTDC ഇല്ല. വേറൊരു വാചകം ചേർത്തു, സ്വകാര്യ മൂലധനത്തെ ആകർഷിക്കും. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഞെട്ടിയിട്ടുണ്ടാവും. കാരണം അദ്ദേഹം പോലും ഇത്രയും ധൈര്യം കാണിച്ചിട്ടില്ല. കേന്ദ്ര ക്രിട്ടിക്കൽ മിനറൽ മിഷനകത്ത് പ്രധാനപ്പെട്ടതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. കോൾ ഇന്ത്യ, മിനറൽ കോർപ്പറേഷൻ, IIT, അതുപോലെ NFTDC, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ, ഒപ്പം സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. മുൻകൈ പൊതുമേഖലയ്ക്കാണ്. അപ്പൊ ഇത് സ്ട്രാറ്റജിക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി തന്നെയാണ് വളരെ ശക്തമായി ഭരിക്കുന്നതെന്നറിയുന്ന യൂണിയൻ ഗവൺമെന്റ് പോലും പൊതുമേഖലയെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ മിഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ആ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ ഭാഗമായി അവർ പ്രഖ്യാപിച്ചിട്ടുള്ള സെന്റർ ഓഫ് എക്സലൻസ് ആണ് നമ്മുടെ NFTDC, നമ്മുടെ ഹൈദരാബാദ്. അതിനെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി വെച്ചത്.
എന്നാൽ അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ചേർക്കാതെ സ്വകാര്യ മൂലധനം മാത്രം മതി എന്ന് തീരുമാനിക്കുന്നത് ഇത് പൂർണ്ണമായി എഴുതി കൊടുക്കാനാണ്. ഈ സ്വകാര്യ മൂലധനം സ്വകാര്യവൽക്കരണം രണ്ടാണ്. സ്വകാര്യ മൂലധനത്തെ ഉപയോഗിക്കണം. ഒരു മേഖല പൂർണ്ണമായി സ്വകാര്യ മൂലധനത്തിന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഖനനം നടത്താൻ പൊതുമേഖലയ്ക്ക് മാത്രമേ അംഗീകാരമുള്ളൂ. പുതിയ ഭേദഗതിയോടുകൂടി സ്വകാര്യ മേഖലയ്ക്ക് കൂടി കൊടുക്കാൻ കേന്ദ്രം ഇപ്പോൾ പുതിയ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൂടി ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാൻ, ധാതു സമ്പത്തിനെ സ്വകാര്യവൽക്കരിക്കാനായി ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, ഈ KMML-ഉം കെൽട്രോണും NFDDC മാത്രം മതിയോ? ഇതിന് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരാനുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് കേരളം ഇന്ത്യയിൽ ആദ്യമായി ലിത്തിയം ബാറ്ററി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഡിജിറ്റൽ സർവകലാശാല, ടൈറ്റാനിയം, കെൽട്രോൺ, ടാറ്റ പവർ, സ്വകാര്യ മേഖലയും കൂട്ടി. ഈ 4 സ്ഥാപനങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ലിത്തിയം പവർ, KDISC-ഉം വ്യവസായ വകുപ്പും ചേർന്ന് മുൻകൈയെടുത്ത് കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വെച്ചു. അത് ആദ്യത്തെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റി. അപ്പൊ അങ്ങനെയുള്ള ഇതിവിടെയും വേണ്ടി വരും. ഈ മിനറൽ മിഷൻ വരുമ്പോൾ ക്രിട്ടിക്കൽ മിനറൽ മിഷനകത്ത് സ്വകാര്യ മൂലധനത്തെ ടെക്നോളജിക്ക് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ മുൻകൈ നിയന്ത്രണം പൊതുമേഖലയ്ക്കാണ്. അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടാണ് സ്വകാര്യ കുത്തക താല്പര്യത്തിന് വേണ്ടി ഇപ്പോ ഈ മിഷൻ അവതരിപ്പിച്ചിരിക്കും. അതാണ് സ്വകാര്യവൽക്കരണത്തിൽ. 2 സമുദ്രം നോക്കൂ, കംപ്ലീറ്റ് തീരം സ്വകാര്യ ശക്തികൾക്ക് വിട്ടുകൊടുക്കാനാണ്. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് വേറെ കാഴ്ചപ്പാടായിരുന്നു. ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ടായിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഘട്ടത്തിൽ അദാനിയെ കൊണ്ടുപോകുന്നത്. അവർ ഘട്ടം മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നു. പിന്നെ അത് വീണ്ടും റിവേഴ്സിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് ആ പദ്ധതി മുന്നോട്ട് പോകട്ടെ, ഇത്രയും തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് വൈകിപ്പിക്കേണ്ടതില്ല, മറ്റു കാര്യങ്ങൾ പരിശോധിക്കാൻ നമ്മൾ കമ്മീഷൻ വെച്ചത്. എന്നാൽ ബാക്കി എല്ലായിടത്തും ഈ തുറമുഖങ്ങൾ, ഈ സംവിധാനങ്ങൾ എല്ലാം തന്നെ വികസിപ്പിക്കുമ്പോൾ കാഴ്ചപ്പാടെന്താ? ഇപ്പോ ജലഗതാഗതം ശക്തിപ്പെടുത്തും. അപ്പോൾ ഉടൻ തന്നെ മാധ്യമങ്ങൾ, നമുക്കൊരു സൗകര്യമുള്ളത് ഇപ്പോൾ KSRTC എങ്ങാനും ബസ്സിന്റെ സൗജന്യമാക്കുന്നത് കൊടുത്ത നമ്മളാണെങ്കിൽ മനോരമയിലെ പരസ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അകത്താണെങ്കിൽ ഇതെങ്ങനെ സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കും, എങ്ങനെയാണ് മറ്റ് മേഖലയിൽ വിവേചനം ഉണ്ടാക്കുന്നത്, ഈ ഐറ്റങ്ങളായിരിക്കും അകത്തുണ്ടാവുക. ഇതിപ്പോ മൊത്തം അവരങ്ങ് അവതരിപ്പിക്കും. പൊതുവെ മാധ്യമങ്ങളുടെ രീതി അങ്ങനെ തന്നെയാണ്. അപ്പോ പൂർണ്ണമായിട്ടും തീരദേശത്തെ സ്വകാര്യവൽക്കരണം അദ്ദേഹം പറയുന്നത് ജലഗതാഗതം ശക്തിപ്പെടട്ടെ. ഡോക്ടർ ഐസക്കിന്റെ സമയത്താണ് കിഫ്ബി വഴി അവിടെ കോവളം മുതൽ ബേക്കൽ വരെ നമ്മുടെ ജലഗതാഗതം, അതിന്റെ ആദ്യഘട്ടം മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി വരെയുള്ളത് കുറച്ച് സമയമെടുത്തു, കാരണം നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്തുണ്ട്. ഈ ബജറ്റിന്റെ വേറൊരു പ്രത്യേകത, പൊതുമേഖല എന്ന സംഗതിയേ ഇല്ല. പൊതുമേഖലയുടെ ഭൂമി ഉപയോഗിക്കും. അപ്പൊ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി ഉപയോഗിക്കേണ്ടത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചപ്പോൾ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. പൊതുമേഖലയുടെ ഭൂമി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് പൂർണ്ണമായും പൊതുമേഖലയ്ക്ക് തന്നെ വിനിയോഗിക്കണം. ഇപ്പൊ നമ്മൾ ട്രാക്കോ കേബിൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. 245 കോടിയായിരുന്നു സഞ്ചിതമായ ബാധ്യത. ഒറ്റയടിക്ക് ഒരു ഗവൺമെന്റിനും നൽകാൻ പറ്റില്ല. അത് കമ്പനി ബോർഡിന്റെ മുൻപിലേക്ക് പോയി. ഒന്നുകിൽ ലേലം ചെയ്ത് പോകും, അല്ലെങ്കിൽ ഇത് പ്രതിസന്ധിയിലേക്ക് എത്തും. ആ ഘട്ടത്തിലാണ് നമ്മൾ ഇൻഫോ പാർക്കിന് കൈമാറി കിട്ടിയ പണം പൂർണ്ണമായിട്ടും ട്രാക്കോ കേബിളിന് വേണ്ടി തൊഴിലാളിക്ക് നൽകി ബാക്കി 2 യൂണിറ്റുകളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി വിനിയോഗിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒഴിഞ്ഞു കിടക്കുന്ന, ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി, ആ ഭൂമി ഉപയോഗിക്കുന്നത് എല്ലാ പൊതുമേഖലയും ശക്തിപ്പെടുത്താനായിരിക്കണം. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് നമ്മൾ KPPL പുതിയ പൊതുമേഖല ആരംഭിച്ചു. KEML കാസർഗോഡ് കേന്ദ്രത്തിൽ നിന്ന് ഏറ്റെടുത്ത് പുതിയ പൊതുമേഖല ആരംഭിച്ചു. റബ്ബർ കമ്പനി ലിമിറ്റഡ് വെള്ളൂര് പുതിയ പൊതുമേഖല ആരംഭിച്ചു. 3 പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സന്ദർഭത്തിൽ ആരംഭിച്ചു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഒരു പുതിയ പൊതുമേഖലയും ഈ കാലയളവിൽ ആരംഭിച്ചിട്ടേ ഇല്ല. നമ്മൾ പൊതുമേഖലയെ ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള നടപടികൾ സ്വീകരിച്ചു. ഇപ്പൊ പൊതുമേഖല പൂർണ്ണമായും വിൽക്കാനാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഈ ബജറ്റിന്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ ചില വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ വ്യവസായത്തിന്റെ നോക്കി,
അപ്പം എല്ലാ പത്രങ്ങളും പുതിയ മാറ്റം വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഒരു പുതിയ അഡ്വൈസറി കമ്മിറ്റി വരികയാണ്. മുഖ്യമന്ത്രി ചെയർമാനും വ്യവസായ വകുപ്പ് മന്ത്രി ഉപാധ്യക്ഷനുമായ ഈ സംവിധാനം വരുന്നതോടുകൂടി ഏറെക്കാലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഇതാണ് പത്രങ്ങളും എല്ലാം വരുന്നതും ഈ ബജറ്റിൽ അദ്ദേഹം വളരെ ശക്തമായി അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സന്ദർഭത്തിൽ കേരള നിയമസഭ തന്നെ ഒരു നിയമം പാസാക്കി. ആ നിയമം ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് ഉള്ള നിയമമാണ്. ആ നിയമത്തിൽ മുഖ്യമന്ത്രി ചെയർമാൻ, വ്യവസായ വകുപ്പ് മന്ത്രി കോ ചെയർമാൻ, ധനകാര്യ വകുപ്പ് മന്ത്രി, റവന്യൂ മന്ത്രി, പവർ വകുപ്പ് മന്ത്രി, ലേബർ മിനിസ്റ്റർ, ഇങ്ങനെ ടൂറിസത്തിന്റെ മിനിസ്റ്റർ, 5-6 മന്ത്രിമാർ, ഉപാധ്യക്ഷന്മാർ, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ള ഒരു സംവിധാനം കേരളത്തിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞു. ആ വന്ന കാര്യം ഒന്നും കാണാതെ ഇങ്ങനെയൊന്ന് ഞങ്ങൾ രൂപീകരിക്കാൻ പോകുന്നു എന്ന ഒരു പ്രഖ്യാപനം. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു തെറ്റായ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ചെറിയ ചെറിയ മാറ്റം. ഞങ്ങൾ കേരള ബ്രാൻഡായിരുന്നു, ഇപ്പോൾ ബ്രാൻഡിങ് കേരള. ആ 1000 കോടിയുടെ പദ്ധതി നടപ്പിലാക്കി. കൈത്തറി, വെളിച്ചെണ്ണ, നമ്മുടെ പ്ലൈവുഡ് പല മേഖലയിലും ബ്രാൻഡ് നൽകി മുന്നോട്ട് പോവുകയാണ്. ഒരു ചെറിയ മാറ്റം. ബ്രാൻഡിങ് കേരള ബ്രാൻഡ് മാറ്റിയിട്ട് ബ്രാൻഡിങ് കേരള. ഇപ്പം എല്ലാത്തിലേക്കും പോകുമില്ല. ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ്. നിയമസഭയിൽ ഒരിക്കൽ ഞങ്ങളൊരു കഥ അവതരിപ്പിക്കുകയുണ്ടായി. ഒരാൾ പ്രസംഗം, നല്ല പ്രസംഗമാണ്. ആ പ്രസംഗം കേൾക്കാനായിട്ട് പൂമുള്ളി നമ്പൂരി ചാരുകസേരയൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ചാരുകസേരയിൽ അദ്ദേഹം പുറകിലിരുന്ന് വെറ്റിലെ ചെല്ലൊക്കെ വെച്ചിട്ട് പ്രസംഗം കേട്ടപ്പോൾ ആരോ പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പൂമുള്ളി തിരുമേനി വന്നിട്ടുണ്ടോ? അദ്ദേഹം വന്നിട്ടുണ്ടോ, കാണാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു. ചെന്നിട്ട് വെച്ചു, അല്ല തിരുമേനി പ്രസംഗം കേട്ടോ? ആ പ്രസംഗം കേട്ടു. എങ്ങനെയുണ്ട് പ്രസംഗം? അതിഗംഭീരം, കല്ല് വച്ച നുണ, സത്യമെന്ന മട്ടിൽ ഇത്രയും തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ അങ്ങല്ലാതെ ഭൂമി മലയാളത്തിൽ ഇനി വേറെ ആരുണ്ട്? ഇതാണ് നിരീക്ഷണം. ഇത് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു. അതിനേക്കാളും കല്ലുവെച്ച നുണ സത്യമെന്ന മട്ടിൽ ആധികാരികമായി അവതരിപ്പിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയോട് അന്ന് പറയുകയുണ്ടായി. ഇപ്പൊ ഓരോന്നിനകത്ത് നോക്കി എത്ര മലക്കമടച്ചെറിയാണ്. ഏതായാലും ഇപ്പോൾ ഡോക്ടർ ഐസക്കിന്റെ തുടക്കം ഞാൻ വരുന്ന വഴിക്ക് ഇത് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്താനുള്ള ശ്രമം തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുകയാണ്. വലിയ അഴിമതിയാണ്. മനസ്സിലാക്കിക്കോ, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോഴെ കൃത്യമായിട്ട് മനസ്സിലായി. ആ കാര്യം യാതൊരു മടിയുമില്ലാതെ ആരോടും ആലോചിക്കാതെ എന്നിപ്പോ കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുകയാണെന്ന്. പാർട്ടി പോലും അറിഞ്ഞിട്ടില്ല. നയപരമായ കാര്യങ്ങൾ പാർട്ടിയിട്ട് ആലോചിക്കാതെ വേണ്ടി ഇത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അവിടെ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല. വകുപ്പ് മന്ത്രി ഈ ഒരു മാസം നിങ്ങൾ നോക്കൂ. ഇപ്പൊ വോട്ട് ചെയ്ത ആളുകളുടെ മനസ്സിലെങ്ങനെ ഉണ്ടാവും? ഈ ഒരു മാസത്തെ അനുഭവം മാത്രം വെച്ച് നോക്കിയാൽ. ആദ്യം PSC റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുമെന്ന് പറഞ്ഞു, അത് പിൻവലിച്ചു. പിന്നെ പ്ലീഡറുടെ നിയമനം, നേരെ രാജിവെച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? മന്ത്രിമാർ എല്ലാവരും ശുപാർശ വന്നു. ആ ശുപാർശ നോക്കാൻ AIക്ക് പോലും കഴിയില്ല, പിന്നെ എനിക്ക് കഴിയോ? അങ്ങനെയല്ല കേരളത്തിൽ പ്ലീഡർമാരെ നിയമിക്കുന്നത്. AI നോക്കണ്ട, മന്ത്രിമാരെ നോക്കണ്ട. അവര് ചട്ടമുണ്ട്, ഗവൺമെന്റ് അംഗീകരിച്ച ചട്ടമുണ്ട്, ഗവൺമെന്റ് ലോ ഓഫീസേഴ്സിന്റെ റൂൾസ് ഉണ്ട്. ആ റൂള് പ്രകാരം അഡ്വക്കേറ്റ് ജനറൽ ഒരു പാനൽ നൽകണം. ഒരാളുണ്ടെങ്കിൽ 3 പേരുടെ പാനൽ നൽകും. അവർ അവസാനം ഏജ് എഴുതും, ഇന്ന ആളുകളായിരിക്കും കുറെ കൂടി മെച്ചപ്പെട്ടവർ എന്നുകൂടി എഴുതിയിട്ട് തരും. അത് നിയമമന്ത്രി കണ്ട്, മുഖ്യമന്ത്രി കണ്ട്, മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ വയ്ക്കാൻ പറഞ്ഞ് ആ ഫയൽ മന്ത്രിസഭയിൽ വന്ന് മന്ത്രിസഭ ചർച്ച ചെയ്ത് അംഗീകരിക്കുമ്പോഴാണ് പ്ലീഡറായി നിയമിക്കുന്നത്. ഏജ് നൽകുക എന്ന് പറഞ്ഞാൽ ഈ കക്ഷിയെ കുറിച്ച്, ഈ വരാൻ പോകുന്ന അഭിഭാഷകനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, അതിന്റെ CV-യും എക്സ്പീരിയൻസും എല്ലാം AG നോക്കിയിട്ട് AG ശുപാർശ ചെയ്യേണ്ടത്. അല്ലാണ്ട് AI ഒന്നും വേണ്ട. ഒരു മന്ത്രിക്കും ശുപാർശ ചെയ്യാൻ അധികാരമില്ല. വേണമെങ്കിൽ ഇയാൾ കൊള്ളാമെന്നൊക്കെ വേണമെങ്കിൽ പറയാന്നല്ലാതെ മന്ത്രിസഭയിൽ വരുമ്പോ ഒരു മന്ത്രിക്കും ഇല്ല. മുഖ്യമന്ത്രിക്ക് നേരെ ശുപാർശ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ദേവസ്വത്തിന് വേണ്ടി മാത്രം പ്രത്യേകം, ദേവസ്വത്തിന് വേണ്ടി ഒരാളെ ശുപാർശ ചെയ്യാൻ AGക്ക് പറ്റില്ല. കാരണം അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. ഉള്ള പോസ്റ്റിലേക്കല്ലേ ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ. 10 വർഷമായി അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. അതിന് മുൻപും പോസ്റ്റ് ഇല്ല. അപ്പൊ ഈ പേര് അവിടെ നിന്ന് വന്നു. ആ വക്കീലോ
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ UDF ഉപയോഗിച്ച സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയുടെ വക്കീൽ, സോണിയാഗാന്ധിക്കൊപ്പം ഈ എല്ലാ പ്രതികളും കൂടി നിൽക്കുന്ന 2 ചിത്രത്തിലും വരുന്ന കമ്പനിയുടെ അഭിഭാഷകനെ ഗവൺമെന്റിന്റെ അഭിഭാഷകനെ നിയമിച്ചു. രാജിവെക്കാൻ നിർബന്ധിതന്. അപ്പൊ പത്രങ്ങൾ തെറ്റ് മനസ്സിലായി, അപ്പൊ തന്നെ തിരുത്തി. ഇത് തെറ്റല്ല, ആസൂത്രിതമായിട്ടാണ്. അദ്ദേഹം ചാർജ് എടുത്തു. ചാർജ് എടുത്തില്ല രാജിവെക്കണ്ട, നേരെ ഗവൺമെന്റ് ഓർഡർ റദ്ദാക്കിയാൽ മതി. അതിവേഗതയിൽ ചാർജ് എടുത്തു. ദേവസ്വത്തിന്റെ തന്നെ ചാർജ് എടുത്തു. അദ്ദേഹം ഹിന്ദു പത്രത്തിന് അഭിമുഖവും നൽകി. അപ്പോ ആ ചുരുങ്ങിയ സമയത്തിനൊക്കെ എന്ത് നടന്നിട്ടുണ്ടാകും? ഇങ്ങനെ പലതും അതിവേഗതയിൽ തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. ഈ ബജറ്റ് ഈ ഗവൺമെന്റിന്റെ ശരിയായ സ്വഭാവത്തെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ സഹായകരമായി. അത് നേരത്തെ സഖാവ് ഐസക് പറഞ്ഞതുപോലെ കേരളത്തിൽ വലിയ ചർച്ചകൾക്കും വലിയ മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് ചർച്ച കൂടി സഹായകരമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.